കണ്ണൂർ കരിവെള്ളൂരിൽ സിവിൽ പോലീസ് ഓഫീസർ ദിവ്യശ്രീയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് രാജേഷിന് 3 ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ. പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി KT നിസാർ അഹമ്മദാണ് ശിക്ഷ വിധിച്ചത്. 3 ജീവപര്യന്ത ശിക്ഷ അപൂർവമാണ്. 3 വകുപ്പുകളിൽ 3 ജീവപര്യന്തവും 1 വകുപ്പിൽ 7 വർഷം തടവുമാണ് വിധിച്ചത്. ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. അപൂർവമായ കേസായി പരിഗണിക്കണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. 2024 നവംബർ 21 കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് രാജേഷ് വീട്ടിൽ അതിക്രമിച്ചു കയറി ഭാര്യ ദിവ്യശ്രീയെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. വിവരങ്ങളുമായി സുമേഷ് മോറാട് ചേരുന്നു കണ്ണൂരിൽ നിന്ന്. സുമേഷ്, ഏറെ ഞെട്ടലുണ്ടാക്കിയ ഒരു കേസായിരുന്നു ദിവ്യശ്രീ കൊലപാതകം. സംഭവം നടന്ന് 1.5 വർഷത്തിനുള്ളിൽ കേസിൽ വിധി വന്നിരിക്കുന്നു. പ്രതിക്ക് 3 ജീവപര്യന്തം കഠിന തടവ്. ശിക്ഷാവിധിയുടെ വിശദാംശങ്ങൾ. ടോം, 2024 നവംബർ 21 വൈകിട്ട് വീട്ടിൽ വെച്ചാണ് ഈ ദിവ്യശ്രീയുടെ ഭർത്താവ് ഈ കൊഴുമ്പൽ കോട്ടൂർ പെരള KK രാജേഷ് വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ഈ വെട്ടിക്കൊലപ്പെടുത്താനുണ്ടായിട്ടുള്ള കാരണമായി ഈ കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഇവർ വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രേമിച്ച് കല്യാണം കഴിച്ചത്, അതായത് ഇവർ പ്രണയത്തിലായിരുന്നു. അങ്ങനെ ഈ പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ് ഈ ദിവ്യശ്രീയും അതുപോലെ തന്നെ രാജേഷും. തുടർന്ന് ഈ രാജേഷ് ഈ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ആ സമയത്ത് ദിവ്യശ്രീക്ക് മറ്റു തൊഴിലുകളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ പോലീസ് സേനയിൽ ദിവ്യശ്രീക്ക് ജോലി ലഭിക്കുന്നു. തുടർന്നാണ് ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് കേസുകൾ നിയമ നടപടികളൊക്കെ നടക്കുന്നു. അങ്ങനെ ഈ കുടുംബ കോടതിയിൽ വരെ ഈ കേസുകൾ എത്തുന്നു. അങ്ങനെ ഈ കുടുംബ കോടതി ഈ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നതിനിടെയായിരുന്നു ഇത്തരം ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ സംഭവം നടക്കുന്ന അന്ന് ഈ കോടതിയിലെത്തി ഈ ദിവ്യശ്രീ കോടതി മുമ്പാകെ ബോധിപ്പിക്കുന്നു ഈ ബന്ധവുമായി മുന്നോട്ട് പോകുവാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ബന്ധം എനിക്ക് നിലനിൽക്കുന്നതിൽ താല്പര്യമില്ല. അതുകൊണ്ട് ഈ ബന്ധം മുന്നോട്ട് പോകുന്നത് കോടതി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്നുള്ള ഒരു വാദമായിരുന്നു ഈ ദിവ്യശ്രീ ഉന്നയിച്ചത്. അങ്ങനെ അന്ന് ഇത് കഴിഞ്ഞ് വീട്ടിലെത്തിയ ഉടൻ തന്നെയായിരുന്നു ഈ രാജേഷ് ആസൂത്രിതമായി ഈ ദിവ്യശ്രീയെ കൊലപ്പെടുത്തുന്നത്. അതായത് ദിവ്യശ്രീ വീട്ടിലെത്തുന്നു. അങ്ങനെ ഈ പെട്രോൾ ഒഴിച്ച് വരാന്തയിൽ വെച്ച് പെട്രോൾ ഒഴിക്കുന്നു. തുടർന്ന് വെട്ടിക്കൊലപ്പെടുത്തി എന്നാണ് ഈ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് പെട്രോൾ ഒഴിച്ചതിന് ശേഷം ഈ വീടിന്റെ മുൻപിലുള്ള ഈ ഗേറ്റിന്റെ സമീപത്തേക്ക് ദിവ്യശ്രീ ഓടുന്നു. പിന്നാലെ ചെന്ന് വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഈ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ ഈ 102 തെളിവുകൾ ഉൾപ്പെടെ ഈ കോടതി ഇതുമായി ബന്ധപ്പെട്ട് രേഖകളും അങ്ങനെ തൊണ്ടി മുതൽ ഉൾപ്പെടെ ഹാജരാക്കുകയും ചെയ്തു. ഇതിൽ അപൂർവമായ കേസായി ഈ കോടതി ഇതിനെ കണ്ടെത്തുകയും ചെയ്തു. അങ്ങനത്തെ ഈ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ 3 ജീവപര്യന്തം കഠിന തടവും അതുപോലെ തന്നെ 2 ലക്ഷം രൂപ പിഴയുമാണ് ഈ കോടതി വിധിച്ചിരിക്കുന്നത്. പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഇത്തരം ഒരു വിധി വിധിച്ചത്. ഏതായാലും ഈ സംഭവം നടന്ന അന്ന് ഈ പോലീസ് ഇതിന്റെ സർവീസുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ ഡ്യൂട്ടിക്ക് പോകുന്നതിന് ഇടയിലായിരുന്നു, അതിന്റെ തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടെയായിരുന്നു ഇത്തരം ഒരു കൊലപാതകം നടന്നു എന്നുള്ളത് തന്നെ ഏറ്റവും ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ടോം, ഇതിൽ ഏറ്റവും കോടതിയെ പോലും ഞെട്ടിപ്പിച്ചത് ആ CCTV ദൃശ്യങ്ങളാണ്. നേരത്തെ സുമേഷ് സൂചിപ്പിച്ചതുപോലെ വീട്ടിൽ അതിക്രമിച്ച് കയറുന്നു, അവിടെ നിന്നും ഭാര്യയ്ക്ക് നേരെ പെട്രോൾ ഒഴിക്കുന്നു, പിന്നീട് വെട്ടുന്നു. അവിടെ നിന്നും ഭയം കൊണ്ട് ഈ ദിവ്യശ്രീ പുറത്തേക്ക് ഓടാൻ ശ്രമിക്കുന്നുണ്ട്. ഗേറ്റിന് മുന്നിൽ വെച്ച് വീണ്ടും രാജേഷ് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ആ വിചാരണയ്ക്കിടെ ആ CCTV ദൃശ്യങ്ങൾ, അതായത് ദിവ്യശ്രീയെ കൊലപ്പെടുത്തുന്നതും ദിവ്യശ്രീ നിലവിളിക്കുന്നതുമായ ദൃശ്യങ്ങൾ കണ്ട് ജഡ്ജി പോലും ഞെട്ടിത്തരിച്ചെന്നാണ് പറയുന്നത്. അത്രയ്ക്കും ഭയാനകമായ കാഴ്ച അല്ലേ? തീർച്ചയായിട്ടും ഈ കേസിൽ നിർണായകമായത് ആ CCTV ദൃശ്യങ്ങൾ തന്നെയായിരുന്നു. ഈ ദൃശ്യം ഇതിന്റെ വിചാരണ സമയങ്ങളിൽ ഈ ജഡ്ജ് ഇത് പ്രദർശിപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് ഇത്തരമൊരു ദൃശ്യം കണ്ട് ജഡ്ജ് തന്നെ ഞെട്ടി എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതായത് നിലവിളിച്ച് ഓടുന്ന ഭാര്യയെ പിറകിൽ
ഓടിച്ചെന്ന് വെട്ടുന്ന ഒരു രംഗം അത് CCTV ദൃശ്യത്തിൽ പതിയുന്നു. ഇത്തരം ഒരു രംഗം കണ്ട് സാധാരണ ഇത്ര ക്രൂരമായ ഒരു കൊലപാതകം നടന്നു എന്നുള്ളത് തന്നെയാണ് ഈ ജഡ്ജി കണ്ടെത്തുകയും ചെയ്തത്. അത് തന്നെയാണ് ഇത്തരം ഈ ഒരു വിധി പ്രഖ്യാപനത്തിലേക്ക് ഈ കോടതി എത്തുകയും ചെയ്തത്. അത് തന്നെയാണ് 3 ജീവപര്യന്തം ഉൾപ്പെടെ കഠിന തടവും 2 ലക്ഷം രൂപ പിഴയും ഈ കോടതി ചുമത്തുകയും ചെയ്തത്. അതായത് ഇത് പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. അതായത് ഒരു അപൂർവമായ കേസായി ഇതിനെ പരിഗണിക്കണം. അതുകൊണ്ട് പരമാവധി ശിക്ഷ നൽകണം എന്നത് തന്നെയായിരുന്നു പ്രോസിക്യൂഷനും ഈ വിചാരണ വേളയിൽ പറഞ്ഞത്. ഏതായാലും അത്തരമൊരു ശിക്ഷ തന്നെ പ്രതിക്ക് ലഭിച്ചു എന്ന് വേണം നമുക്കിതിലൂടെ വിലയിരുത്താൻ. വ്യക്തമാണ്. സുമേഷ് മോറാഴയാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ കരിവള്ളൂരിൽ സിവിൽ പോലീസ് ഓഫീസർ ദിവ്യശ്രീയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഭർത്താവ് രാജേഷിന് 3 ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്. 3 വകുപ്പുകളിലായി 3 ജീവപര്യന്തവും മറ്റൊരു വകുപ്പിലായി 7 വർഷം തടവുമാണ് ശിക്ഷ. സാധാരണ 2 ജീവപര്യന്തം തടവ് ഒക്കെയാണ് പരമാവധി വിധിക്കാറുള്ളതെങ്കിൽ ഇത് അപൂർവമായിട്ടാണ് 3 ജീവപര്യന്തം തടവ് വിധിച്ചത്. കാരണം അത്രയ്ക്കും ക്രൂരമായി ഒരു പോലീസ് ഓഫീസറെ, സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയ പ്രതിക്ക് കോടതി വിധിച്ച ശിക്ഷ അങ്ങേയറ്റം മാതൃകാപരമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.